ഇന്ത്യക്കെതിരെ ഞെട്ടിക്കുന്ന നീക്കവുമായി ചൈന രംഗത്ത്. റെയർ എർത്ത് മാഗ്നറ്റിൽ ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇന്ത്യൻ ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് നിരവധി വെല്ലുവിളികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നിലവിലുള്ള സ്റ്റോക്കുകൾ ജൂണോ ജൂലൈയോ വരെ മാത്രമേ നിലനിൽക്കൂ എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് വാഹന ഉൽപ്പാദന വ്യവസായത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളും തടസ്സങ്ങളും സൃഷ്ടിച്ചേക്കാം. റെയർ എർത്ത് മാഗ്നറ്റുകളുടെ വിതരണത്തിൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ നിർമ്മാതാക്കൾക്ക് കാലതാമസം നേരിടുന്നു. ചൈനയുടെ പ്രധാന കയറ്റുമതി നിയന്ത്രണങ്ങൾക്ക് ശേഷം ഈ ഘടകങ്ങളുടെ കയറ്റുമതിയിൽ കാലതാമസമുണ്ടായി. വിതരണം സാധാരണ നിലയിലായില്ലെങ്കിൽ അത് വാഹന ഉൽപ്പാദനത്തെ ബാധിക്കുമെന്ന് നിർമ്മാതാക്കൾ ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ്, ഓട്ടോമോട്ടീവ് കമ്പോണന്റ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ എന്നിവയിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങൾ ചൈനീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ ചൈനയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യൻ സർക്കാരും ഈ വിഷയം നയതന്ത്രപരമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഇലക്ട്രിക് പരമ്പരാഗത വാഹനങ്ങൾക്ക് നിയോഡൈമിയം, അയൺ, ബോറോൺ കാന്തങ്ങൾ പ്രധാനമാണ്. മോട്ടോറുകൾ, സ്റ്റിയറിങ്ങുകൾ, ബ്രേക്കുകൾ, വൈപ്പറുകൾ, ഓഡിയോ ഉപകരണങ്ങൾ എന്നിവയുടെ സംവിധാനങ്ങളിൽ ഈ മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നു. ഈ മാഗ്നറ്റുകളുടെ ചെറിയ കുറവ് പോലും അസംബ്ലി ലൈനുകളെ ബാധിക്കുന്നു. ലോകത്തിലെ റെയർ എർത്ത് മാഗ്നറ്റുകളുടെ 90% ചൈനയാണ് നിർമ്മിക്കുന്നത്. കയറ്റുമതി ചെയ്യുന്നതിന് മുമ്പ് അത് വാങ്ങുന്നവരിൽ നിന്ന് സർക്കാർ ലൈസൻസുകളും വിദഗ്ധമായ അന്തിമ ഉപയോഗ സർട്ടിഫിക്കറ്റുകളും വാങ്ങാൻ ചൈന കയറ്റുമതിക്കാരോട് ആവശ്യപ്പെട്ടു. ഈ പുതിയ നിയമങ്ങൾ കാരണം അംഗീകാര പ്രക്രിയകളെല്ലാം മന്ദഗതിയിലായിരിക്കുകയാണ്. ഇക്കോണമിക് ടൈംസ് അനുസരിച്ച് ഈ നിയമത്തിന് ശേഷം ഇന്ത്യയിലേക്കുള്ള നിരവധി കൺസൈൻമെന്റുകൾ ചൈനീസ് തുറമുഖങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. എന്നിരുന്നാലും പല യൂറോപ്യൻ കമ്പനികൾക്കും കയറ്റുമതി അനുമതികൾ ലഭിച്ചെങ്കിലും ഇന്ത്യയിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ ചൈനയിൽ നിന്ന് 460 ടണ്ണിലേറെ റെയർ എർത്ത് മാഗ്നറ്റ് ഇറക്കുമതി ചെയ്തു. രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ ലൈനുകളെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യക്കിപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതായിരിക്കുകയാണ്. എന്നിരുന്നാലും സമാനമായി ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു രാജ്യങ്ങളുമായുള്ള ചർച്ചകൾക്കും തുടക്കമിട്ടിട്ടുണ്ട്.